ഓക്കെ കുഞ്ഞുങ്ങളെ, നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റി എന്നുള്ള പോർഷനാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നോക്കി. അപ്പോൾ അതിൽ വരാവുന്ന കേസുകളെല്ലാം, ദാറ്റ് ഈസ് ഓൺ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, പിന്നെയുള്ള രണ്ട് കേസ് നമ്മൾ മെൻഷൻ ചെയ്തു, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡും ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡും നോക്കി. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പം ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു. വെറുതെ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ അതേ കമ്മോഡിറ്റീൻ്റെ ഒരു കമ്മോഡിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ കമ്മോഡിറ്റീൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസും തമ്മിലുള്ള റിലേഷൻ നോക്കുന്ന ഇലാസ്റ്റിസിറ്റിയാണ് എപ്പോഴും കോമൺ ആയിട്ട് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞു. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓൺ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വരുന്ന മൂന്ന് റിലേഷൻസ് നമ്മളിവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിലേഷൻസ് ഒന്ന് വായിച്ചു പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി സപ്ലൈ കൂടെ ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആദ്യത്തെ ഒരു കേസിൽ മാത്രമേ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള രണ്ടാമത്തെ കേസിലും മൂന്നാമത്തെ കേസിലും ഈ നോട്ട് എഴുതിയിരിക്കുന്നതിൽ നമ്മൾ ഇ എന്നുള്ള സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രൈസ് ഇലാസ്റ്റിറ്റിനെയാണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് ഇ എന്നുള്ള സിമ്പിൾ കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൺ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ബാക്കിയുള്ള ചില കൺസെപ്റ്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോട്ടായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാർജിനൽ റവന്യൂ പ്രൈസും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് തമ്മിലുള്ള റിലേഷനാണ്. MR ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു 1 - 1 ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വായിക്കാം MR ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു 1 - 1 ബൈ ഇ, വേർ ഇ ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, MR ഈസ് മാർജിനൽ റവന്യൂ. ഇനി രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വരാം. AR ഈസ് ഈക്വൽ ടു MR ഇൻറ്റു ഇ ബൈ ഇ മൈനസ് 1. AR ഈസ് ഈക്വൽ ടു MR ഇൻറ്റു ഇ ബൈ ഇ മൈനസ് 1, അതായത് ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഇൻറ്റു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മൈനസ് 1. അതാണ് രണ്ടാമത്തെ റിലേഷൻ. ഇനി മൂന്നാമത്തെ റിലേഷൻ ഇ ഈസ് ഈക്വൽ ടു AR ബൈ AR മൈനസ് MR. ഒന്നുകൂടെ വായിക്കാം. ഇ ഈസ് ഈക്വൽ ടു AR ഡിവൈഡഡ് ബൈ AR മൈനസ് MR, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ബൈ ആവറേജ് റവന്യൂ മൈനസ് മാർജിനൽ റവന്യൂ. ഓക്കെ, അപ്പം ഇങ്ങനെ മൂന്ന് റിലേഷൻ. ഓരോ റിലേഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു പോവാം. ഫസ്റ്റ് റിലേഷൻ MR ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു 1 - 1 ബൈ ഇ. രണ്ടാമത്തെ കേസ് ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഇൻറ്റു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മൈനസ് 1. മൂന്നാമത്തെ റിലേഷൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് റവന്യൂ മൈനസ് മാർജിനൽ റവന്യൂ. ഈ മൂന്ന് ഇക്വേഷനിലും പറഞ്ഞിരിക്കുന്ന ഇ എന്ന് പറയുന്നത് അല്ലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഓക്കെ, നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നുള്ള കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ratio of proportionate change in quantity supplied of a good to a proportionate change in price. ഒന്നുകൂടെ വായിക്കാം. റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ ഗുഡ് ടു എ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതിന്റെ ഫോർമുല നമ്മൾ ES സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സപ്ലൈ ഇലാസ്റ്റിസിറ്റി ആണെന്ന് തിരിച്ചറിയാനായിട്ട് എഴുതിയിട്ട് ഒരു സബ്സ്ക്രിപ്റ്റിൽ ഒരു എസ് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ DQ ബൈ DP ഇൻറ്റു P ബൈ Q എന്നാണ് വന്നിരിക്കുക. സെയിം ഇക്വേഷൻ ആണ്. നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ്. ES ഇസ് ഈക്വൽ ടു DQ ബൈ DP ഇൻറ്റു P ബൈ Q. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്തിരിക്കുന്നതിലേക്ക് വരാം. ആദ്യം നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ കേസുകൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം തന്നിരിക്കുന്നത് ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ഡിമാൻഡ് ഫംഗ്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു 27 ബൈ പി ക്യൂബ്. അങ്ങനെയാണ് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 27 ബൈ പി ക്യൂബ് എന്നാണ്. ഇതിൽ എക്സ് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു, പി പ്രൈസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 27 ബൈ പി ക്യൂബ് എന്ന ആദ്യത്തെ വരിക നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു 27 ബൈ പി ക്യൂബ് എന്നുള്ളതിൽ നിന്നാണ് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡിഫറൻഷിയേഷൻ നടത്താനായിട്ട് സൗകര്യമുള്ള ഒരു ഫോമാറ്റിലേക്ക് നമ്മൾ ഈ ഡിമാൻഡ് ഫംഗ്ഷനെ മാറ്റി എഴുതുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 27 ബൈ പി ക്യൂബിനെ നമ്മൾ മാറ്റി എഴുതിയിരിക്കുന്നത് 27 ഇൻറ്റു പി റൈസ് ടു മൈനസ് 3 എന്നാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലെ റൂൾ ഓഫ് ഇൻഡിസസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 1 ബൈ എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു മൈനസ് n. ഒരു റെസിപ്രോക്കൽ ആയിട്ട് ഒരു വേരിയബിൾ റൈസ് ടു പവർ ടേം തരികയാണെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന വേരിയബിൾ റൈസ് ടു പവർ നെഗറ്റീവ് ടേം കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് 1/x⁻n ആണ്, അല്ലെങ്കിൽ 1/x⁻n എന്ന് പറയുന്നത് x⁻n ആണ്. നമ്മളിവിടെ ആ റൂൾ അപ്ലൈ ചെയ്യുന്നു. 27 ഗുണം 1/p³ എന്നുള്ളതിനെ നമ്മൾ എന്ത് എഴുതുന്നു, p⁻³ എന്ന് എഴുതുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുല ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ പറഞ്ഞു ഇതേ ഫോർമുല തന്നെയാണ്, സപ്ലൈ ഇലാസ്റ്റിസിറ്റിയുടെ അതേ ഫോർമുല തന്നെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റിക്കും, പക്ഷേ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിക്കും. പക്ഷേ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിക്ക് നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞ ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഫോർമുല നോക്കാം. അതെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി -p/q × dq/dp ആണ്. ഇവിടെ q എന്നുള്ളതിന് പകരം നമുക്ക് x എന്നുള്ള സിമ്പിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ടേം dq/dp ആണ്. ഓക്കെ, പിന്നെ ഒരു ടേം എന്താണ്, -p/q ആണ്. അപ്പൊ ഇത് രണ്ടും കണ്ടിട്ട് വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ dq/dp കാണും, -p/q കാണും. അത് ഈ ഫോർമുലയിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റിയുടെ വില എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് dq/dp കാണാം. ഇവിടെ വരുമ്പോൾ dx/dp ആകും. അപ്പൊ നമുക്ക് dx/dp കാണാം. ഒരു ടേം ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഫോർമുലയിലെ ഒരു ടേമായ dq/dp, പകരം ഇവിടെ dx/dp കാണുമ്പം നമുക്ക് ഈ 27 നമ്മൾ ഫോം മാറ്റി എഴുതിയിട്ടുണ്ട്. 27 × p⁻³ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, ഒറ്റ ടേം ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേരിയബിളും കോൺസ്റ്റന്റും കൂടെ ഗുണിച്ച കേസിൽ ആദ്യമേ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ ടേമിന്റെ ഡെറിവേറ്റീവ് ആയി ചെയ്യുക. ഇവിടെ കോൺസ്റ്റന്റ് 27 ആണ്. 27 ഇൻറ്റു വേരിയബിൾ ടേം എന്ന് പറയുമ്പോൾ p⁻³ ആണ് വന്നിരിക്കുക. അപ്പോൾ x⁻n എന്നുള്ള ഫോമാറ്റ് n × x⁻n−1 ആണ് ഡെറിവേറ്റീവ് വരിക. അപ്പൊ p⁻³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -3 ഇൻറ്റു p⁻³ വരും. ഓക്കെ, ദാറ്റ് ഈസ് 27 ഇൻറ്റു -3 ഇൻറ്റു p⁻³ എന്ന് പറയുമ്പോൾ -4 വരും. ഓക്കെ, ഇനി നമ്മൾ ഈ 27ഉം -3 തമ്മിൽ ഗുണിക്കും. അപ്പൊ നമുക്ക് -81 വന്നു. -81 ഇൻറ്റു p⁻². ഇനി നമ്മൾ ഇവിടെ ചെയ്തത് 27/p³ 27 × p⁻³ ആയിട്ട് എഴുതി. ഇവിടെ നമ്മൾ -81 × p⁻⁴ തിരികെ എഴുതും. ഈ 27 × p⁻³ തിരികെ എഴുതിയാൽ 27/p³ വരും. അതുപോലെ -81 × p⁻⁴ തിരികെ എഴുതിയാൽ -81/p⁴ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുലയിൽ രണ്ട് ടേം വരും. ഒരെണ്ണം dq/dp ആണ്, ഒരെണ്ണം -p/q ആണ്. ഇവിടെ q എന്നുള്ളതിന് പകരം ക്വസ്റ്റിന് തന്നിരിക്കുന്ന സിമ്പിൾ x ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ടേം dx/dp കണ്ടു. നമ്മൾ ഈ ഫോമാറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. 27 × -3 × p⁻³ -1 വന്നു. ദാറ്റ് ഈസ് 27 × -3 × p⁻⁴ വന്നു. അതായത് -81 × p⁻⁴ വന്നു. നമ്മൾ അതിനെ ഫോം മാറ്റി എഴുതി -81/p⁴. അപ്പോൾ ഒരു ടൈം നമ്മൾ എടുത്തു. dx/dp നമ്മൾ കണ്ടു, അല്ലെ dq/dp കണ്ടു. അതിന്റെ വാല്യൂ -81/p⁴ ആണ് വന്നിരിക്കുക. ഇനി രണ്ടാമത്തെ ടേം -p/q ആണ്. അപ്പൊ അത് കാണാം. നമുക്ക് ക്യൂവിന് പകരം ഇവിടെ ക്വസ്റ്റിനിൽ x ആണ്. p/x എന്ന് പറയുമ്പോൾ p/ ക്വസ്റ്റിന് തന്നിരുന്ന ഫോമാറ്റ് തന്നെ എടുത്തു. 27/p³ എടുത്തു. രണ്ടാമത്തെ സംഖ്യ ഭിന്നസംഖ്യ ആണ്. നമ്മൾ ഇതിനെ തിരിച്ചിട്ട് ഗുണിച്ചു. ഹരിക്കുന്നതിന് പകരം p × p³/27 വന്നു. p × p³ പറയുമ്പോൾ p⁻⁴/27 വന്നു. അപ്പൊ രണ്ട് ടേം നമ്മൾ കണ്ടു. ഇലാസ്റ്റിസിറ്റിക്ക് വേണ്ട രണ്ട് ടേമും കണ്ടു. p/q ഇവിടെ കണ്ടുവച്ചു, dx/dp ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇലാസ്റ്റിസിറ്റിന്റെ ഫോർമുല നമ്മൾ എഴുതി. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു -p/q × dq/dp ആണ്. കൊടുക്കുമ്പോൾ ഇതിനൊരു മൈനസ് സൈൻ കൊടുക്കുന്നു. ഇവിടെ p/q കണ്ടുവച്ചിട്ടുണ്ട്, -p⁻⁴/27. ഇനി dq/dpക്ക് ഇവിടെ കണ്ടുവച്ചിരിക്കുന്ന വില എടുത്ത് ഇവിടെ കൊടുത്തു, -81 × p⁻⁴. അപ്പൊ മേളിലും താഴെയും ഓരോ p⁻⁴ വരും. അത് തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. രണ്ടിടത്തും നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് പോസിറ്റീവ് ആകും. പിന്നെ 81നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 വരും. ഒന്നുകൂടെ പറയാം, മേളിലും താഴെയും ഉള്ള p⁻⁴ തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഓക്കെ, രണ്ട് ടേമിന്റെ നെഗറ്റീവ് ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും. 81നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് +3 ആണ് ഈ കേസിൽ വന്നിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇതേ ഫോമാറ്റിലുള്ള ഒരു സെക്കൻഡ് പ്രോബ്ലം ചെയ്യാൻ നമുക്ക്. Find price elasticity of demand when demand function is given as d is equal to 8/p⁻³ ഇവിടെ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് d എന്നുള്ള പേരില്ല. ഈ കേസിൽ x ലാണ് തന്നിരുന്നത്. നമ്മൾ ഡെറിവേറ്റീവ് ഇക്വേഷൻ എഴുതുമ്പോൾ dq/dp ആണ് കൊടുക്കുക. പക്ഷെ ക്യൂവിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരുന്ന ടേം x ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ d ആണ് തന്നിരിക്കുക. അപ്പൊ ഇങ്ങനെ പല സിമ്പിൾ വരാം. ഏത് സിമ്പിൾ വന്നാലും പ്രോസസ്സ് സെയിം ആണ്. ചിലപ്പോൾ ക്യൂ തന്നെ തന്നു എന്ന് വരാം. അപ്പൊ സിമ്പിളിനെ പറ്റി നമ്മൾ ബോധേഡ് അല്ല. ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ തന്നാലും നമ്മൾ ചെയ്യുന്നത് ഒരേ പ്രോസസ് ആണ്. ഡിമാൻഡ് ഫംഗ്ഷനെ പ്രൈസ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതായത് dq/dp എടുക്കും.
ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് വരാം. ഡിമാൻഡ് ഫംഗ്ഷൻ കഴിഞ്ഞ കേസിലെ പോലെ തന്നെയാണ് തന്നിരിക്കുക. 8/p⁻³ ആണ് തന്നിരിക്കുക. നമുക്ക് ആദ്യം തന്നെ 3/2 എന്നുള്ള ഭിന്നസംഖ്യ മാറ്റി അങ്ങ് എഴുതാം. 3/2 3നെ 2 കൊണ്ട് ഹരിച്ചാൽ 1.5 കിട്ടുക നമുക്കറിയാം. അപ്പൊ 8/p⁻1.5 കൊടുക്കാം. ഇനി നേരത്തെ ഉള്ള കേസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓക്കെ അതിന്റെ ഫോമാറ്റ് മാറ്റി എഴുതി 27/p³ 27 × p⁻³ എഴുതിയ പോലെ ഇവിടെ നമുക്ക് 8/p⁻1.5 ഫോമാറ്റ് മാറ്റി എഴുതാം. 8 × p⁻1.5 കൊടുക്കാം. ഓക്കെ, അപ്പൊ dx/dp = 8 ഇവിടെ 8 ആണ് കോൺസ്റ്റന്റ്, അതെടുത്തു ഗുണം ഇനി വേരിയബിൾ ടേം ആയ p⁻1.5നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ x⁻n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് n × x⁻n−1 ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, -1.5 × p⁻1.5 -1 വരും. അതായത് 8 × -1.5 ചെയ്യുമ്പോൾ 8 × 1.5 ചെയ്താൽ 12 വരും. ഓക്കെ, 8 പോസിറ്റീവും ഇത് 1.5 മൈനസുമാണ്. അപ്പൊ -12 വരും. 8 × -1.5 എന്ന് പറയുമ്പോൾ -12 വരും. ഇനി p⁻1.5 -1 പറയുമ്പോൾ എന്ത് വരും, -2.5 വരും. അപ്പൊ നമുക്ക് -12 × p⁻2.5 കിട്ടി. ഇനി നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഓക്കെ ഈ കേസിൽ ചെയ്ത പോലെ തന്നെ എന്താണ്, -81 × p⁻4നെ നമ്മൾ -81/p⁻4 എഴുതിയ പോലെ തന്നെ ഇവിടെ -12 × p⁻2.5നെ നമ്മൾ എങ്ങനെ എഴുതുന്നു, -12/p⁻2.5 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഫോർമുലയിലെ രണ്ടാമത്തെ ടേം dq/dp നമ്മളിവിടെ കണ്ടുവച്ചു. ഇനി നമുക്ക് p/q കാണാം. നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് q തന്നിരിക്കുന്നത് d എന്നുള്ള ഫോമാറ്റിലാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ് p/q ചെയ്യുമ്പോൾ p/d തന്നിരുന്നത് ക്വസ്റ്റ്യൻ തന്ന പോലെ തന്നെ എടുക്കുന്നു. 8/p⁻1.5 ആണ് നമുക്ക് തന്നിരിക്കുക. അപ്പൊ p/8/p⁻1.5 എടുത്തു. രണ്ടും ഭിന്നസംഖ്യ ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചു. നമുക്ക് തിരിച്ചിടുമ്പോൾ നമുക്ക് p × p⁻1.5/8 വന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി, p⁻2.5/8 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുക. ഇനി നമ്മൾ ഇലാസ്റ്റിസിറ്റി കാണാനായിട്ട് ഇലാസ്റ്റിസിറ്റിയുടെ ഫോമുല എഴുതി. -p/q × dq/dp എഴുതി. p/q ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. p⁻2.5/8 അതിനൊരു മൈനസ് സൈൻ കൊടുത്തു. ഓക്കെ, നമ്മൾ -p⁻2.5/8 കൊടുത്തു. ഇനി രണ്ടാമത്തെ ടേം dq/dp ആണ്. dq/dp ഇവിടെ കണ്ടിട്ടുണ്ട്. -12/p⁻2.5 ആണ്. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗോട്ട് ഇറ്റ് ആസ് -p⁻2.5/8 × -12/p⁻2.5. നേരത്തെ പറയുന്ന പോലെ നമുക്ക് മേളത്തെ p⁻2.5ഉം താഴത്തെ p⁻2.5ഉം തമ്മിൽ ക്യാൻസൽ ആകും. രണ്ടും നെഗറ്റീവ് ടേം ആണ്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആകും. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ 12/8 ആണ്. 12/8 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1.5 എന്ന് കിട്ടി. അപ്പൊ രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന 1.5 ആണ്. ആദ്യത്തെ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം എക്സാക്ട് സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഒരു ഫോമാറ്റ് മാറിയുള്ള ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ വേറൊരു രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ഒരു പ്രൈസ് പറഞ്ഞിട്ടൊക്കെ നമ്മളോട് ഇലാസ്റ്റിസിറ്റി കാണാനായിട്ട് ചോദിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മൾ നോക്കുക. ഞാൻ അതിൻ്റെ ഷീറ്റ് ഒന്ന് എടുത്തോട്ടെ. ഞാൻ ഈ ഷീറ്റ് അടുക്കി വെച്ചിരുന്നു, മാറിപ്പോയി, നോക്കട്ടെ, സോറി. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വേറൊരു രീതിയിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുകയാണ്. പ്രൈസ് തന്നിട്ട് ഇലാസ്റ്റിസിറ്റി കാണാനായിട്ട് ചോദിക്കുന്ന ഒരു കേസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ ഇസ് ഗിവൺ ആസ് d = 20/p+1. അപ്പൊ നമുക്ക് നേരത്തെ തന്നതിൽ കുറച്ചൊരു വ്യത്യാസമുള്ള ഫോമാറ്റാണ്. അത് കൂടാണ്ട് ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആണ്. ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി. ഒരു ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഉദ്ദേശിക്കുക. ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി വെൻ പ്രൈസ് ഈസ് 3. അപ്പൊ ഇവിടെ വിലയും തന്നിട്ടുണ്ട്. പ്രൈസിന് 3 എന്നുള്ള ഒരു വില വരുമ്പോൾ വരുന്ന ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി കാണാനായിട്ടാണ് ചോദിച്ചിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആസ് യൂഷ്വൽ നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി കാണാൻ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോമുല ഒന്ന് തന്നെയാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാൻ -p/q × dq/dp ആണ് ചെയ്യുക. ഇവിടെ നമുക്ക് q എന്ന് പറയുന്ന d എന്നുള്ള ഫോമാറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ dq/dp കാണണം പതിവ് പോലെ, പിന്നെ p/q കാണണം, എന്നിട്ട് വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇലാസ്റ്റിസിറ്റി കാണണം. ഓക്കെ, ഇവിടെ dq/dp കാണാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ 20/p+1 എന്നുള്ള ഒരു ഫോമാറ്റാണ് തന്നിരിക്കുക. അപ്പൊ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സൗകര്യമുള്ളത് നമ്മുടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. ഡിഫറൻഷിയേഷന് വേണ്ടിയിട്ട് നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ കോഷ്യൻ റൂൾ നമുക്കൊന്ന് റികളക്ട് ചെയ്യാൻ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് u/v എന്നുള്ള ഒരു ഫോമാറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ്
ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്നുള്ള റൂളാണ്, കോഷ്യൻ റൂൾ. അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊന്നുകൂടെ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ചെയ്യുമ്പോൾ വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ നോക്കാം. 20 ബൈ പി പ്ലസ് 1 ആണ്. അപ്പോൾ ഇതിൽ 20 ആണ് യു അല്ലെങ്കിൽ ന്യൂമറേറ്റർ, പി പ്ലസ് 1 ആണ് വി അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. അപ്പോൾ റൂൾ അനുസരിച്ച് നമ്മൾ ഡിനോമിനേറ്റർ ദാറ്റ് ഇസ് പി പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇവിടെ നമ്മളത് നേരിട്ട് ചെയ്തിരിക്കുകയാണ്. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എടുക്കുമ്പോൾ ന്യൂമറേറ്റർ 20 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 വരുള്ളൂ. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിനെ ഗുണിക്കുമ്പോൾ നമുക്ക് വരുന്ന പി പ്ലസ് 1 ഇൻറ്റു 0 ആണ്. മൈനസ്, ഇനി അടുത്ത ടേം ചെയ്യുന്നു, മൈനസ് ന്യൂമറേറ്റർ 20 ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ പി പ്ലസ് 1 ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ രണ്ടാമത്തെ ടേമിന് +1 ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് 0, കോൺസ്റ്റന്റ് മാത്രമുള്ളത് പോയി. അപ്പൊ പീനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. പീനെ നമ്മൾ പി ബൈ ഡി പി വരും. പീനെ പി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി പി ബൈ ഡി പി 1 വരും. അപ്പോൾ 1 + 0 1 വരും. അതാണ് ഇവിടെ 20 × 1 കൊടുത്തിരിക്കുന്നത്. അപ്പൊ മേളത്തെ ക്രിയ നമ്മൾ ചെയ്തു. ഇനി താഴെ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ആണ് വേണ്ടത്, പി പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത് യു ബൈ വി എന്നുള്ള ഫോമാറ്റിൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ചെയ്യുമ്പോൾ v into du by dx minus u into dv by dx divided by v square, where u is the numerator and v is the denominator. അല്ലെങ്കിൽ denominator into derivative of numerator minus numerator into derivative of denominator the whole divided by denominator square ആണ് ചെയ്യുക. അപ്പൊ നമ്മൾ 20 by p plus 1 ചെയ്യുമ്പോൾ 20 ആണ് u ന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ന്യൂമറേറ്റർ, p plus 1 ആണ് v ന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ ആയ p plus 1 into ന്യൂമറേറ്റർ 20ന്റെ ഡെറിവേറ്റീവ് എടുക്കും. 20 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. പി പ്ലസ് 1 ഇൻറ്റു 0 വന്നു, മൈനസ് ന്യൂമറേറ്റർ 20 ഇൻറ്റു ഡെറിവേറ്റീവ് ആയ പി പ്ലസ് 1ന്റെ ഡിനോമിനേറ്റർ ആയ പി പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. പി പ്ലസ് 1ൽ 2 ടേം ഉണ്ട്. ആദ്യത്തെ ടേമിനെ പി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി പി ബൈ ഡി പി 1 വരും. രണ്ടാമത്തെ ടേം വെറും 1 ആണ്, +1 +1ന്റെ ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ ഡി പി ബൈ ഡി പി +0 ആണ് വരും, അതായത് 1 + 0 1 വരും. അതാണ് 20 × 1 കൊണ്ട് ഗുണിച്ചിരിക്കുന്നത്. താഴെ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ആണ്, ഡിനോമിനേറ്റർ പി പ്ലസ് 1 ആണ്, പി പ്ലസ് 1ന്റെ സ്ക്വയർ കൊടുത്തു. ഇനി ക്രിയ ചെയ്യുമ്പോൾ പി പ്ലസ് 1 ഇൻറ്റു 0. അപ്പൊ 0 കൊണ്ട് എന്തിനെ ഗുണിച്ചാലും 0, ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള 2നെ 0 കൊണ്ട് ഗുണിക്കാൻ പറയുമ്പോൾ അത് 0 ആയിട്ട് പോയി. പിന്നെ ബാക്കി വരുന്ന -20 × 1 ആണ്. -20 × 1 ചെയ്യുമ്പോൾ -20 തന്നെ വരും. ഓക്കെ, സോ വി ഗോട്ട് ഇറ്റ് ആസ് -20 by p plus 1 the whole square. dq by dp കണ്ടപ്പോൾ നമുക്ക് -20 by p plus 1 the whole square കിട്ടി. ഇനി ഇവിടെ പക്ഷെ നമ്മളോട് ഇലാസ്റ്റിസിറ്റി കാണാൻ ചോദിച്ചിരിക്കുന്ന പ്രൈസിന് ഒരു പ്രത്യേക വിലയാകുമ്പോഴാണ്. പ്രൈസിന് 3 എന്നുള്ള വില വരുമ്പോഴത്തെ ഇലാസ്റ്റിസിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഡി ക്യൂ ബൈ ഡി പി കണ്ടിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് പ്രൈസ് 3 ആയിരിക്കുമ്പോൾ ഡി ക്യൂ ബൈ ഡി പി എത്രയാണെന്ന് കണ്ടു. വെൻ പ്രൈസ് ഈസ് ഈക്വൽ ടു 3 ഡി ക്യൂ ബൈ ഡി പി ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ പിന് 3 എന്നുള്ള വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് വരുന്ന -20 by 4 സ്ക്വയർ ആണ്. 3 + 1 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ നമുക്കറിയാം 16 ആണ്. അപ്പൊ നമുക്ക് പ്രൈസ് 3 ആയിരിക്കുമ്പോൾ ഡി ക്യൂ ബൈ ഡി പിന്റെ വാല്യൂ -20 by 16 എന്ന് കിട്ടി. ഇനി പ്രൈസ് 3 ആയിരിക്കുമ്പോൾ ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഏതാണ്? ഇലാസ്റ്റിറ്റി നമുക്ക് വേണ്ടത് ഡി ക്യൂ ബൈ ഡി പി നമ്മൾ കണ്ടു, പ്രൈസ് 3 ആയിരിക്കുമ്പോൾ ഡി ക്യൂ ബൈ ഡി പി കണ്ടുവച്ചു. ഇനി നമുക്ക് അടുത്ത ടേം പി ബൈ ക്യൂ വേണ്ടത്. ഇതില് പി എന്ന് പറയുന്നത് 3 വരുന്ന ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പി 3 ആകുമ്പോൾ ക്യൂവിന്റെ വിലയും കൂടെ കാണണം, എങ്കിലേ നമുക്ക് പി ബൈ ക്യൂ ഇവിടെ പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്തതായിട്ട് അത് ചെയ്യുന്നു. വെൻ പ്രൈസ് ഈസ് ഈക്വൽ ടു 3 ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് പ്രൈസ് തന്നിരിക്കുന്ന 20 by p plus 1 ആണ് ക്വാണ്ടിറ്റി പറഞ്ഞിരിക്കുക. ക്വസ്റ്റിനിൽ d = 20 by p plus 1 ആണ് വരിക. അപ്പോൾ 20 by p plus 1ൽ പിന്റെ വാല്യൂ നമ്മൾ 3 എന്ന് കൊടുക്കും. പ്രൈസ് 3 ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 20 by 3 plus 1 ദാറ്റ് ഈസ് 20 by 4 5 വന്നു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ എഴുതുന്നു പ്രൈസ് 3 ആയിരിക്കുമ്പോൾ പി ബൈ ക്യൂവിന്റെ വാല്യൂ എത്ര വരും? പി അവിടെ 3 ആയിരിക്കും, പിന്നെ ക്യൂ നമ്മളിവിടെ കണ്ടുവച്ചു 5 ആയിരിക്കും. അപ്പൊ 3 by 5 ആണ് വരിക. അപ്പൊ 2 ടേം ഇലാസ്റ്റിറ്റിയുടെ 2 ടേം നമ്മൾ കണ്ടു. ആദ്യത്തെ ടേം ഡി ക്യൂ ബൈ ഡി പി പ്രൈസ് 3 ആയിരിക്കുമ്പോൾ -20 by 16 വന്നു. രണ്ടാമത്തെ ടേം പി ബൈ ക്യൂ പ്രൈസ് 3 ആയിരിക്കും, അതിന്റെ വാല്യൂ 3 by 5 വരും. ഓക്കെ, വീണ്ടും നമ്മൾ ഫൈനൽ ആൻസർ എടുക്കുന്നു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി വെൻ പ്രൈസ് ഈസ് ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു -p by q into dq by dp. പ്രൈസ് 3 ആകുമ്പോൾ p by q ന്റെ വാല്യൂ -സൈനോട് കൊടുത്തു, -3 by 5 വന്നു. പ്രൈസ് 3 ആയിരിക്കുമ്പോൾ dq by dp ന്റെ വാല്യൂ കൊടുത്തു, അത് നമുക്ക് -20 by 16 ആണ് വന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കൊണ്ട് നമ്മൾ -20 വെട്ടുക, -സൈൻ കളയാൻ, 2 -സൈൻ അപ്പൊ പ്ലസ് ആയി പോകും. അതവിടെ നിൽക്കട്ടെ. 5 കൊണ്ട് 20നെ നമ്മൾ വെട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു 4 വരും. ഈ 4 കൊണ്ട് താഴെയുള്ള 16നെ വെട്ടുകയാണെങ്കിൽ താഴെ 4 വരും.
5 കൊണ്ട് 20 വെട്ടിയാൽ 20 പോകും, പകരം അവിടെ ഒരു 4 വരും. 4 കൊണ്ട് താഴത്തെ 16 വെട്ടിയാൽ താഴെ 4 വരും. അപ്പോൾ താഴെ ഈ 5 ഓൾറെഡി പോയി, താഴെ 4 മാത്രം വരും. മേളിൽ ഒരു 3 ആണുള്ളത്. അപ്പം നമുക്ക് വരുന്നത് മൈനസ് വന്നതുകൊണ്ട് പ്ലസ്സുമായി 3/4 വരും. അപ്പം ഈ കേസിൽ നമുക്ക് പ്രൈസ് 3 ആകുമ്പോൾ വരുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 3/4 ആണ്. ഐ തിങ്ക് ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് ഫോർ ദി ഡേ. ഓക്കെ ദെൻ, താങ്ക് യു.